ഗുഡ് മോർണിംഗ്. ഇന്നൊരു കഥ കേട്ടാലോ? ഈ ഒറ്റയ്ക്കിരിക്കുന്ന കുട്ടീനെ ഇതാണ് റിച്ച. റിച്ച എപ്പോഴും ഒറ്റയ്ക്കിരിക്കും. അവളൊരാളുടെ കൂടെ കളിക്കില്ല, ആരോടും കൂട്ടുകൂടില്ല, എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കും. എന്നിട്ട് വീട്ടിൽ വന്ന് അച്ഛനോട് കംപ്ലൈൻറ്റ് ചെയ്യും, എന്നാരും കളിക്കാൻ കൂട്ടുന്നില്ല, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ്, എനിക്ക് സ്കൂളിൽ പോകണ്ടെന്ന്. അങ്ങനെ ഒരു ദിവസം അച്ഛൻ അവളെ ഒരു ഹിൽ ടോപ്പിൽ കൊണ്ടുപോയി. എന്നിട്ട് അവളോട് പറഞ്ഞു, എവ്രി വൺ ലവ്സ് മീ എന്ന് ഉറക്കെ പറയാൻ. അവൾ ഉറക്കെ പറഞ്ഞപ്പോൾ അത്ഭുതം പോലെ ആ കുന്നിൽ നിന്ന് സൗണ്ട് തിരിച്ചു കേട്ടു, എവ്രി വൺ ലവ്സ് മീ എന്ന്. അന്നിപ്പോൾ അച്ഛൻ പറഞ്ഞു, ഐ ആം കേപ്പബിൾ ഓഫ് എവറിത്തിങ് എന്ന് ഉറക്കെ പറയാൻ. അപ്പോൾ അവൾ തിരിച്ചതുപോലെ ഐ ആം കേപ്പബിൾ ഓഫ് എവറിത്തിങ് എന്ന് ഉറക്കെ പറഞ്ഞു. അപ്പോൾ അതേ വീണ്ടും കുന്ന് തിരിച്ച് അവളോട് പറയുന്നു. അപ്പോൾ അച്ഛൻ മെല്ലെ അവളെ അടുത്ത് പിടിച്ചിരുത്തി അച്ഛനൊരു കാര്യം പറഞ്ഞു കൊടുക്കും. നമ്മൾ ജീവിതത്തിൽ എന്താണോ മറ്റുള്ളവരോട് കാണിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് തിരിച്ചും കിട്ടുക. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവരോട് സന്തോഷത്തോടെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ പിറ്റത്തെ ദിവസം അവൾ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയായി, എല്ലാവരോടും കൂട്ടുകൂടണം, എനിക്ക് നിറയെ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ എല്ലാവരോടും കളിക്കും എന്നുള്ളൊരു പോസിറ്റീവ് തോട്ടോടു കൂടി പോകും. അവൾ വിചാരിച്ചതുപോലെ അവൾക്ക് നിറയെ ഫ്രണ്ട്സ് കിട്ടും, അവൾ ഒത്തിരി ഹാപ്പിയാവും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ മറ്റുള്ളവരോട് പ്രവർത്തിക്കുന്നത്, അത് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുക. സോ സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ ഹാപ്പി. താങ്ക് യു.